ഇതിപ്പോ പിള്ളേർ ഇവിടെ ഒന്ന് കിടന്നേ. എന്താ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുന്നേ? ഓ, ഈ ചെറുക്കൻ കിടക്കാൻ മുള്ളിയെന്നാ തോന്നുന്നേ. ഡേ, വേഗം അങ്ങോട്ട് വന്നേ. എന്താ മനുഷ്യങ്ങൾക്ക് വേണ്ടേ? അവിടെ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിലെ ഞാൻ വന്നേ. ഡേ, ഈ ചെറുക്കൻ കിടക്കൽ മുള്ളി. ഈശ്വരാ, ഈ ചെക്കന് ഞാൻ എന്താ ചെയ്യാ? മോനെ എണീച്ചാ. ഡീ പെണ്ണേ, വേഗം എണീക്ക്. എന്താ അമ്മ രാവിലെ തന്നെ ഇന്ന് ക്ലാസ് ഇല്ലാന്ന് അറിയൂലേ? ഡീ, അവന് കിടക്കാൻ മുള്ളിനെ. എന്റെ ഡ്രസ്സിലൊക്കെ അവേ എണീച്ചോ. അയ്യേ അയ്യേ പറഞ്ഞാടന്നെ കിടക്കാൻ. വേഗം എണീറ്റ്. അതിനമ്മ അവൻ എന്റെ മേലെ കിടക്കുന്നേ. മോനെ എണീറ്റ്. ഈ അമ്മ കിടക്കാനും സമ്മതിക്കൂല. ഒറ്റ നേരം വെച്ചെന്നാടല്ലോ കിടക്കാൻ സമ്മതിക്കൂല പോലും. കിടക്കലൊക്കെ മുള്ളിച്ചില്ലേ, ഒക്കെ പോയി അലക്കിയിട്ടോ. ഞാനൊന്നല്ല, ചേച്ചിയായിരിക്കും. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് എന്റെ മേലൊന്നും ആയില്ലല്ലോ, ചേച്ചിന്റെ മേലാണല്ലോ ഒക്കെ ആയത്. നീ ഇന്നലെ എന്റെ മേലല്ലേ കിടന്നേ, പിന്നെ എന്റെ മേലല്ലാവുക. സത്യം പറ ചേച്ചി, ചേച്ചിയല്ലേ മുള്ളിയെ? ദാമേ, ഞാൻ ഇപ്പൊ അവനിട്ടൊന്ന് കൊടുക്കട്ടോ. എന്നാ ഈനെ മതിയല്ലോ. രണ്ട് രാവിലെ തന്നെ തുടങ്ങിയില്ലേ? രണ്ടാടുന്ന് എണീച്ചാണി. ആ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ മാറ്റട്ടെ. ഈശ്വര, അടുപ്പത്ത് ഞാൻ പാല് വെച്ചാണല്ലോ പോന്നെ. ഒക്കെ തിളച്ച് ചിന്തിണ്ടാവും. ഞാൻ വരുമ്പോഴത്തേന് രണ്ടാടുന്ന് എണീറ്റോണ്ടി. അയ്യേ കിടക്കേ മുള്ളി. ഞാനൊന്നല്ല, ചേച്ചിയാ മുള്ളി. നീ കള്ളത്തരം പറയണ്ടോ. ഞാനൊന്നല്ല. അയ്യേ ചേച്ചി കിടക്കേ മുള്ളിയേ. എന്നോട് കളിക്കാൻ നിൽക്കണ്ടോ. അല്ല, ഇന്ന് നമുക്ക് ചേച്ചിക്ക് ഒരു പണി കൊടുക്കണ്ടേ? അത് ഞാൻ മറക്കൂല. അത് നല്ലൊരു പ്ലാൻ വേണം. ഇനി രണ്ടവിടുന്ന് എണീറ്റില്ലല്ലേ? മക്കള് ഫ്രഷ് ആയി അച്ഛനെയും കൂട്ടി വാട്ടോ. അമ്മ ഭക്ഷണം എടുത്ത് വെക്കേ. A few moments later. എന്ത് പണിയപ്പ ചേച്ചിക്കിട്ട് കൊടുക്കുക? അതിപ്പം എനിക്ക് റെഡി കിട്ടി. എന്താടാ? അതൊക്കെ ഉണ്ട്. നീ ആദ്യം കാര്യം പറ. നമ്മളെ ചേച്ചി എങ്ങനെയാണ് പേടിപ്പിച്ചേ അതേപോലെ തന്നെ ചേച്ചിയും പേടിപ്പിക്കണം. ഓ, ഈ എന്തെങ്കിലും മണ്ടത്തരക്കാരെ പറയാൻ പോണേ. ഓ, ചേച്ചി വലിയ ബുദ്ധിമതി. നിന്നോട് തർക്കിക്കാതെ കാര്യം പറ. അത് പിന്നെ അമ്മയും വേണം കൂടെ. അമ്മ പറഞ്ഞ രണ്ടാക്കും നല്ല തികച്ചു കിട്ടും. അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ട് ചേച്ചി. എന്താ ഐഡിയ? അതൊക്കെ ചേച്ചി കണ്ടോ? അമ്മേ അമ്മേ, ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നേ? അതൊക്കെ ചേച്ചി കണ്ടോ? അമ്മേ, എന്താ ചേക്കനക്ക് വേണ്ടേ? അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താടാ കാര്യം പറ. അമ്മ ഒന്ന് ഇവിടെ വന്നിരിക്കി. ഇരിക്കാനൊന്നും എനിക്ക് നേരില്ല. നീ കാര്യം പറ. ഒരു കാര്യം പറഞ്ഞ അമ്മ ഞങ്ങളെ കൂടെ നിൽക്കോ? എനിക്ക് ആദ്യം മനസ്സിലായി എന്തോ ഉടായിപ്പായിട്ട് വന്നാന്ന്. പ്ലീസ് അമ്മേ, എന്താ കാര്യം അത് പറ. അത് പിന്നെ എനിക്ക് ടൈമില്ല കേട്ടോ. പറയുകയാണെങ്കിൽ വേഗം പറ. അത് അമ്മ ഞാൻ പറയാം. ഇന്നലെ ചേച്ചി ഞങ്ങളെ പേടിപ്പിച്ചില്ലേ? അപ്പൊ അവക്കിട്ടൊരു പണി കൊടുക്കണം. അപ്പൊ കൂടെ അമ്മയും ഉണ്ടാവണം. പിന്നെ എനിക്കതല്ലേ പണി. പ്ലീസ് അമ്മേ. എന്നെ കൊണ്ടൊന്നും വയ്യ. അമ്മ കൂടെ നിൽക്കൂലെന്ന് ഉറപ്പാ? ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ ശരി. അച്ഛനും നാളെ തന്നില്ല അടവടക്കാനുള്ള പൈസക്ക് അമ്മ സാരി വാങ്ങിയത് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഈശ്വരാ, മോനെ, അമ്മ കൂടെ നിക്കാം. അമ്മ എന്താ ചെയ്യണ്ടേ? അമ്മ ഒന്നും ചെയ്യണ്ട. അമ്മ ഞങ്ങൾ പറയുന്നതല്ല സത്യം പറഞ്ഞാ മതി. ശരി. പിന്നെ അച്ഛനോട് പറയരുതട്ടോ. അത് ഞാനേറ്റു. എന്താ ഐഡിയ എങ്ങനെയുണ്ട് ചേച്ചി? അമ്മ നമ്മുടെ കൂടെ നിന്നില്ലേ? അതൊക്കെ നിന്നു. പക്ഷേ ചേച്ചിക്കിട്ട് പണി കൊടുക്കണ്ടേ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാ? അതിനൊക്കെ എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. നീ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചു വെക്കാനേ കാരം. ചേച്ചി എന്നോടൊന്നും പഠിപ്പിക്കണ്ടോ. എന്നിട്ട് ഞാൻ ഇതൊക്കെ റെഡിയാക്കില്ലേ? നീ ഐഡിയ പറ. ചേച്ചി നമ്മളെ പേടിപ്പിച്ച പ്രേതമായിട്ടല്ലേ? അതേ രീതിയിൽ തന്നെ ചേച്ചിയെ നമുക്ക് പേടിപ്പിക്കാം. നല്ലതും നടക്കുവോ? ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. ഞാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ ഞാൻ വന്നപ്പോ നിർത്തി കളഞ്ഞത്? ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ ധൈര്യത്തെ കുറിച്ച് പറയായിരുന്നു. ചേച്ചിയുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. അതെന്താ മക്കൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയേ? അതിപ്പോ എന്താ ചോദിക്കാൻ ചേച്ചി? ഇന്നലെ ഞങ്ങളൊക്കെ പേടിച്ചെടുപ്പ് ചേച്ചി അവിടെ നിന്നില്ലേ? ചേച്ചിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് നിങ്ങളെ പോലെ പേടിയൊന്നുമില്ല. അല്ല ചേച്ചി, ഞങ്ങൾ ഓടിയപ്പോ ചേച്ചിയെ അവിടെ കണ്ടില്ലല്ലോ. ചേച്ചി എവിടായിരുന്നു? അത് ഞാൻ ബാത്റൂമിൽ പോയായിരുന്നു. വന്നപ്പോ നിങ്ങളെ കണ്ടില്ല. ചേച്ചിക്ക് പ്രേതത്തെ പേടിയുണ്ട് ചേച്ചി? എനിക്കൊരു പ്രേതത്തെയും പേടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു ചേച്ചി. പക്ഷല്ലേ, ഞങ്ങൾ ഇന്നലെ ഹാളിൽ വെച്ച് പ്രേതത്തെ കണ്ടു. പിന്നെ പ്രേതത്തെ കണ്ടുപോലും മണ്ണാൻ കട്ട. ഞാൻ എന്തോ സൗണ്ട് കേട്ട് പേടിച്ചോടിണ്ടാവും, അത്ര തന്നെ. അതെങ്ങനെ ചേച്ചിക്കറിയാം? ചേച്ചി പാടില്ലേനല്ലോ. അതോ അതെനിക്ക് തോന്നിയതാ. നിങ്ങൾ പറയുന്ന സത്യ ചേച്ചി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടേ. പ്രേതം പോലും പ്രേതം. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ചേച്ചി. ഇവനെന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞപ്പോ ആദ്യം ഞാനും ഒന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ പേടിച്ച് ഓടിയത് ഇങ്ങോട്ടായിരുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ അതിനെ കണ്ടു ചേച്ചി. സത്യ ചേച്ചി, ഞങ്ങൾ പറയുന്ന ആ സ്റ്റെയറിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടത്. പിന്നെ കണ്ടത് പോലും എനിക്കൊന്നും വിശ്വാസമില്ല ചേച്ചി. ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ കേട്ടില്ലല്ലോ. എനിക്ക് അതിന്റെ പണിയല്ലേ ഈ പൊട്ടത്തരം അങ്ങനെ കേൾക്കാൻ. വിശ്വാസമില്ലെങ്കിൽ അമ്മനോട് ചോദിച്ചു. ഞങ്ങൾ രണ്ടാളും കരഞ്ഞു. അപ്പൊ അമ്മയും വന്ന്. അമ്മയും കണ്ടതിനെ. പിന്നെ അമ്മ കണ്ടുപോലും. അമ്മനോട് ചോദിച്ചു നോക്കട്ടെ. അമ്മനെ വിളിക്ക്. അമ്മ ഇങ്ങോട്ട് വന്നേ. എന്താടാ? അമ്മ, ഇന്നലെ നമ്മുടെ വീട്ടിൽ പ്രേതത്തെ കണ്ടില്ലേ? ഈശ്വര, അതിനെ കുറിച്ചൊന്നും നീ എന്നെ ഓർമ്മപ്പെടുത്തല്ലേ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. എത്ര പ്രാവശ്യം ഞാൻ നെറ്റി ഉണർന്നെന്നോ. നിങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ രണ്ടാളും. അമ്മേനെ വിളിച്ച് കരയല്ലായിരുന്നു രണ്ടും. നീ അതിനെ കുറിച്ച് പറയല്ലേ മക്കളെ. ആ രൂപത്തെ ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക. അടുക്കളയെ കുറച്ച് പണിയുണ്ട്. ശരി, അമ്മ പോയിക്കോ. എങ്ങനെയുണ്ട് ചേച്ചി ഞങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞപ്പോ ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ അമ്മ പറഞ്ഞില്ലേ. വാ ചേച്ചി, നമുക്ക് കളിക്കാൻ പോവാ. ഈശ്വര, ഞാൻ അവരെ പേടിപ്പിക്കാൻ ചെയ്തതാണല്ലോ. ഞാൻ ശബ്ദം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അവര് കണ്ടതോ? A few moments later. അമ്മേ, ഇനിയിപ്പോ എന്തുകൊണ്ട് രണ്ടു വന്നേ? ഒന്നുമില്ല അമ്മേ, അമ്മയോട് താങ്ക്സ് പറയാൻ വന്നാ. താങ്ക്സ്? അത്രയും കള്ളം പറയിപ്പിച്ചാട്ട്? അതൊന്നും സാരമില്ല അമ്മേ. പിന്നെ ഇനിയൊന്നും എന്നോട് പറയരുതേ. ഇനിയൊന്നും പറയില്ല അമ്മേ, ഞങ്ങൾ ആവശ്യം കഴിഞ്ഞു. പിന്നെ മക്കളെ, അമ്മമ്മ വിളിച്ചിനി. ചിലപ്പോ നാളെ അമ്മമ്മ വരാതി. അമ്മമ്മ വരണ്ടോ?
ചിലപ്പോ വരുന്നു പറഞ്ഞേനെ. ഏയ് മക്കളെ ഇതാ. ഹായ് മിഠായി. എന്റത് ചെറുതാ, ചേച്ചിന്റെ വലുതാ അമ്മേ. എനിക്കത് മതി, ചേച്ചിനോട് അത് തരാൻ പറ. ആ അത് ഞാൻ ഇപ്പൊ തന്നെ. എനിക്കത് വേണം ചേച്ചി, തന്നൊക്കത്. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയത് തന്നാ പോരെ. എനിക്കത് വേണം പറഞ്ഞാ വേണം. അയ്യടാ അപ്പൊ തന്നെ. അമ്മ ചേച്ചി അത് തരില്ല. എനിക്ക് വേണമെങ്കിൽ കൊണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്ക് ഇപ്പൊ അത് തന്നത് ഞാൻ ചെയ്ത തെറ്റ്. 2 സെയിം തന്നെ, എന്നിട്ട് ചെറുതാണല്ലോ. അത് കാട്ടിക്ക, ഞാൻ കഴിച്ചോളാം. വേണ്ട അമ്മ, ഞാൻ കഴിച്ചോളാം, എനിക്ക് പരാതിയൊന്നുമില്ല. അത് ശരി അമ്മേ, അപ്പൊ എന്നെ ആർക്കും വേണ്ടല്ലേ? ഈ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ 2 മക്കൾക്ക് മിഠായി എടുത്തില്ലേ, എനിക്ക് തന്നില്ലല്ലോ. ഓ ഈ നിസ്സാര പ്രശ്നത്തിനായി അങ്ങനെ പറഞ്ഞേ? അമ്മക്ക് നിസ്സാര പ്രശ്നമൊക്കെ അമ്മക്ക് എന്നെ വേണ്ടാത്തോണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിർത്തടി, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നേ? നിനക്ക് ഇപ്പൊ മിഠായിയല്ല വേണ്ടേ? ഞാൻ എടുത്തു വെച്ചിന് നിന്റേത്. ഇപ്പൊ അല്ലേ എനിക്ക് പറഞ്ഞേ ഞാൻ അവർക്കായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് നീ കണ്ടിടോ? നമുക്ക് 3 ആൾ ഒരേപോലെയാ, നമുക്ക് എന്നും എല്ലാവരും ഒരേപോലെയാ. സോറി അമ്മേ, അത് സാരല്ല, മക്കളെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ, അമ്മ ക്ഷമിച്ചു. ചേച്ചി നോക്ക്, പീനക്ക് വലിപ്പായി. ഞാൻ കണ്ടേണ് ഈ താഴേക്കിറങ്ങി. ചേച്ചിക്ക് എന്താ ഞാൻ ഇവിടെ ഇരുന്നാല്? ഈ അവിടുത്തെ വീട് പണി ഉണ്ടായല്ലോ. ഞാനൊന്നും നോക്കൂല, അവിടെ കിടന്ന് കരയേണ്ടി വരും. ചേച്ചിനോട് ഞാൻ നോക്കാൻ പറഞ്ഞു. ഓ രണ്ടും തുടങ്ങിയല്ലോ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല മനുഷ്യനെ. നിങ്ങൾക്ക് എന്താ ഉറക്കൂല്ലേ? ആ ലൈറ്റ് ഓഫ് ആക്കി വന്ന് കിടന്നില്ലെങ്കിൽ 2 എടുക്കിട്ടു. പിന്നെ ചേച്ചി ആണെങ്കിൽ ഇറങ്ങിക്കോ. ഓ നിങ്ങൾ അച്ഛനോട് ഇപ്പൊ ഉറങ്ങാനും കഴിയും. വന്ന് കിടക്കാൻ നിങ്ങൾക്ക് നല്ലേ. ഞങ്ങളൊന്നല്ല ചേച്ചി, ഇവിടെ ഞങ്ങൾ അച്ഛൻ്റെ അമ്മൻ്റെ അടുത്താ. ഓ എന്നാ അത്രയും സമാധാനം. ചേച്ചിക്ക് പേടിയൊന്നുമില്ലല്ലോ? പേടി എനിക്കോ? എന്തിന്? എന്നാ ചേച്ചി കിടന്നോ, ഞങ്ങൾ പോവാം. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. നിങ്ങളൊന്ന് വേഗം പോയി തന്നാ മതി, എനിക്ക് കിടക്കണം. ഓ 2 നേരം മനുഷ്യന്റെ ഉറക്കം പോയി. ചേച്ചിക്ക് പേടിയില്ലല്ലേ? ഇന്ന് അതിലൊരു തീരുമാനമാവും. നീ സ്പീക്കറൊക്കെ നല്ലേക്ക് വെച്ചില്ലേ? അതൊക്കെ സെറ്റാണ് ചേച്ചി, ചേച്ചി പേടിക്കണ്ട. എന്നാ വാ നമുക്ക് കിടക്കാൻ പോയി. ചേച്ചി അവിടെ താനേ എത്തിക്കോളും. പിന്നെ ഇതൊന്നും അമ്മ അറിയാൻ കേട്ടോ. ഞാൻ പറയില്ല ചേച്ചി, ചേച്ചിയായിട്ട് പറയാതിരുന്നാ മതി. ഞാൻ എന്തിനാണ് പറയുന്നത്? എന്നാ വാ നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കാം. അതിന്റെ ദേഷ്യം എനിക്ക് മടുത്ത്. എത്ര അടുക്കി വെച്ചിട്ട് കാര്യമില്ല ഈ വീട്ടില്. അമ്മേ 11 മണിയായിട്ട് കിടക്കാനായില്ല നിങ്ങൾക്ക്? വേഗം പോയി കിടന്നാണി. അമ്മ ഇന്ന് ഞങ്ങൾ ഇവിടെ കിടക്കുന്നേ. ഇന്നലെ തന്നെ ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിയാനും മറയാനും സ്ഥലമല്ല. അവിടെ പോയി തന്നെ കിടന്നോളി നിങ്ങളുടെ റൂമില്. അമ്മ ഇന്ന് ഒരു ദിവസം മാത്രം മതി പ്ലീസ് അമ്മേ. ആ ശരി, എന്നാ വേഗം പോയി കിടന്നാണി. അതില് കണ്ട പിന്നെ ഭൂമിക്കുൽക്കുണ്ടായ പോലെ അറിയില്ല. ഇവിടെ അങ്ങനെ സംസാരിക്കാതെ വേഗം കിടന്നാണി. ഇനിയിപ്പോ ഞാനിവിടെ കിടക്കുക. മക്കളെ അമ്മക്ക് കൂടി കുറച്ച് സ്ഥലം കൊണ്ടടാ. അച്ഛാ എണീക്ക്. എന്തിനാണ് അച്ഛനെ വിളിക്കുന്നേ? അതൊക്കെ ഉണ്ട്. അച്ഛാ എണീക്ക്. അച്ഛാ. ഓ എന്താ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛനൊന്ന് എണീറ്റേ. ചേച്ചി നീ ഒന്ന് എണീറ്റേ. ഓ ഈ ചെക്കനെന്താ എന്താ കാണിക്കുന്നേ? ഇനി ഇങ്ങനെ കിടന്നോ. അത് കൊള്ളാം. അപ്പൊ എല്ലാവർക്കും സ്ഥലം ഉണ്ടാവും. വേഗം കിടന്നോളി. ഓ ഒന്ന് കാല് നിവർത്താൻ പോലും കഴിയില്ല മനുഷ്യന്. A few moments later. ഈശ്വര എന്താ ശബ്ദം? അമ്മ എനിക്ക് പേടിയാവുന്നു. നീ എന്നെ പേടിപ്പിക്കാൻ അവർ ചെയ്യുന്ന പണിയാണോ? അതാവാൻ ചാൻസ് കുറവാ. ഞാൻ വാതിൽ ലോക്ക് ചെയ്തണല്ലോ. അപ്പൊ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരുന്നേ? ആരാ? അമ്മേ. അമ്മേ. തുമ്പി കുറച്ച് സ്ഥലം ചേച്ചിക്ക് തന്നാ. നീ തുമ്പി ചേച്ചി എങ്ങനെ വിടുത്തിയേ? കുറച്ച് സ്ഥലം കൊണ്ടാ, ഞാനും ഇവിടെ കിടക്കട്ടെ. ഓ ചേച്ചി പേടിച്ചു വന്നതാണല്ലേ? പേടിക്കോ? പിന്നെന്തിനാ ചേച്ചി വന്നേ? അതിപ്പോ എല്ലാരും ഇവിടെ കിടക്കുന്ന, അപ്പൊ ഞാനും ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു. എന്തിനാണ് ഈ ചിരിക്കുന്നേ? ഈ ധൈര്യശാലിയെ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. ഈ കളിക്കാതെ കുറച്ച് നീങ്ങി തന്നാ എനിക്കും കിടക്കണം അവിടെ. ചേച്ചി അല്ല അവിടെ കിടക്കാൻ, ഇവിടെ സ്ഥലമൊന്നുമില്ല, അങ്ങോട്ട് തന്നെ പോയിക്കോ. ഈ നീങ്ങുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ചേച്ചിനോട് പറഞ്ഞില്ല ഇവിടെ സ്ഥലമില്ലാന്ന്. നീ നിന്നോട് ഞാൻ നീങ്ങാൻ പറഞ്ഞേ? ഇല്ല ഇല്ല ഇല്ല. ഓ നീ അത്രക്കായോ? അങ്ങോട്ട് മാറടി. എന്താടി നീ ഇവിടെ എത്തിയോ? നീ എന്തിനാടി അവളെ പിടിച്ചേക്കുന്നേ? അവളെ വിട്. അമ്മേ ചേച്ചി എന്നെ കാട്ടി. ഇല്ല അമ്മേ, അവള് കള്ളം പറയും. എനിക്കൊന്ന് കിടക്കാനൊന്ന് നീങ്ങി തരാനേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടിന് ഞാനേ രാവിലെ തികച്ച് തരട്ടോ. ഇവിടെ വന്ന് കിടന്നാണി. നീ ചേച്ചിക്ക് കുറച്ച് നീങ്ങി കൊടുക്ക്. എനിക്ക് അമ്മന്റെ അടുത്ത് കിടക്കണം. അമ്മയുടെ പുളിസ് ഉപ്പ് കിടന്നു തന്നെ. അതെന്താ ഇന്നലെ ഈ കിടന്നില്ലേ അമ്മന്റെ അടുത്ത്? ഇന്ന് ഞാൻ കിടക്കട്ടെ? വേണേ അടുത്ത് കിടന്നു. അമ്മന്റെ അടുത്ത് ഞാനാ കിടക്കുന്നത്. അമ്മേ രണ്ടിന് ഞാൻ എണീറ്റുണ്ടല്ലോ, നല്ലോണം എടുക്കിട്ടു. വേഗം കിടന്നോളി. നീ കുറച്ച് നീങ്ങ. ഇവിടെ സ്ഥലമൊന്നുമില്ല. ചേച്ചിനോട് ആരങ്ങോട്ട് പോരാൻ പറഞ്ഞേ? നീ തീർന്നില്ലേ? നീ ഇവിടുത്തെ മിണ്ടി രണ്ടിന് ഞാൻ പുറത്താക്കൂ. മനുഷ്യന് സമാധാനമായിട്ട് കിടക്കാനും സമ്മതിക്കില്ല. നീ ഇവിടുന്ന് ആരാ മിണ്ടണേ? ഓല എന്തായാലും ഞാൻ പുറത്തിട്ട് വാതിലെടുക്കും.